ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 42-ാം മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈശോ മർത്തായുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഈശോ പറയുന്ന ഒരു വചന ഭാഗമാണിത്. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. മർത്ത തിരഞ്ഞെടുത്തത് മോശമാണ് എന്നല്ല, മറിച്ച് അതിനേക്കാൾ ഏറ്റവും നല്ല ഭാഗമാണ് മറിയം തിരഞ്ഞെടുത്തത്. മർത്ത എന്താ ചെയ്തത്? മർത്ത ചെയ്തത് ഈശോയ്ക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഒരുക്കുകയാണ്. ഭൗതികമായ കാര്യങ്ങളാണ് മർത്ത ചെയ്തുകൊണ്ടിരുന്നത്. ഈശോയ്ക്ക് വേണ്ട ക്രമീകരണങ്ങളെല്ലാം മർത്ത ചെയ്തു. ത്യാഗത്തോടുകൂടി ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് മർത്ത ഇവയെല്ലാം ചെയ്തത്. അവയെല്ലാം മോശമാണ് എന്ന് ഈശോ പറയുന്നില്ല, മറിച്ച് ഈശോ പറയുന്നത് എന്താണ്? മറിയമാണ് നല്ല ഭാഗം തിരഞ്ഞെടുത്തത്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് നല്ല ഭാഗം തിരഞ്ഞെടുക്കാനായിട്ടാണ്. പലപ്പോഴും ഈ നല്ല ഭാഗമല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മളൊക്കെ ഈ മർത്തായെ പോലെയാണ്. ഓരോ കാര്യവും ബാഹ്യമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവുന്നു. എന്നാൽ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ബാഹ്യമായ കാര്യങ്ങളല്ല, മറിച്ച് ദൈവസന്നിധിയിൽ നിനക്ക് സ്ഥാനമുണ്ടാവണം. നിന്റെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് പറ്റണം. ദൈവത്തിന്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. പലപ്പോഴും നമുക്ക് ഇന്ന് പറ്റാതെ പോകുന്നതും ഇത് തന്നെയാണ്. മർത്തായെ പോലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പള്ളിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇഷ്ടംപോലെ സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കാര്യങ്ങൾ ഭൗതികമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. വൈദികരുടെയും സന്യസ്തരുടെയും അൽമാരുടെയും ജീവിതത്തില് ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നതും ഈ കാര്യമാണ്. മർത്തായെ പോലെ ഭൗതികമായ കാര്യങ്ങള് ദൈവത്തിന് വേണ്ടി ചെയ്യാനായിട്ട് എനിക്ക് സമയമുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കാനായിട്ട് എനിക്ക് ഇന്ന് സാധിക്കാതെ പോവുക. തിരക്കുകളുടെ പിന്നാലെ ഓടുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഭൗതികമായ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് അവനെ കേൾക്കാനായിട്ട് അവൻ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കാതെ പോവുക. ഈ വ്യക്തിപരമായ ഒരു ബന്ധം എൻ്റെ ജീവിതത്തില് എനിക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് മറിയമാണ് നല്ല ഭാഗം തിരഞ്ഞെടുത്തത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ഞാൻ ഏത് ഭാഗമാണ് തിരഞ്ഞെടുക്കുന്നത്? മർത്തായെ പോലെ ഭൗതികമായ ആവശ്യങ്ങളുടെ പിന്നാലെ ഓടുന്ന വ്യക്തിയാണോ ഞാൻ? ഈശോയ്ക്ക് വേണ്ടി ഭൗതികമായ കാര്യങ്ങൾ ഒത്തിരിയേറെ ചെയ്ത് തിരക്കോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? അതോ മറിയത്തെ പോലെ ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് അവന്റെ വചനം കേൾക്കാനായിട്ട് അത് ഗ്രഹിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? സ്നേഹമുള്ളവർ, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തില് ആവശ്യമാണ്. ഒന്ന് മാത്രം പോരാ, രണ്ടും വേണം. ഈശോയ്ക്ക് വേണ്ട ഭൗതികമായ കാര്യങ്ങളും ചെയ്യണം. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ ആയിരിക്കാനായിട്ടും എനിക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കാം. ജീവിതത്തില് ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരിക്കാനായിട്ട് അവന്റെ വചനം കേട്ട് അത് ഗ്രഹിച്ച് എപ്പോഴും സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.